ഈ ചെടിയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ പേര് പല പേരുണ്ട്, പല സ്ഥലത്ത് പല പേരാണ് ഇതിന് വിളിക്കുന്നത്. ഇതിൻ്റെ പേര് മഷിത്തണ്ട് എന്ന് പറയും, അതുപോലെ തന്നെ വെറ്റിലപ്പച്ച എന്ന് പറയും, പിന്നെ സ്ലേറ്റ് പച്ച എന്നൊക്കെ പറയാറുണ്ട്. ഇതിനെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇത് ഉപയോഗിക്കാറുള്ളത് സ്ലേറ്റിൽ. നമ്മൾ പണ്ടകാലത്ത് സ്ലേറ്റ് ആണല്ലോ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. ചെറിയ ക്ലാസ്സിലൊക്കെ സ്ലേറ്റ് കൊണ്ടുപോകുമ്പോൾ സ്ലേറ്റ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തണ്ടും കൊണ്ട് പോകും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയാണ് സ്ലേറ്റ് തുടച്ചിരുന്നത്. അന്നത്തെ കാലത്തൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത് സ്ലേറ്റ് തുടയ്ക്കാനായിട്ട്. ഇന്നത്തെ കാലത്ത് ഇത് അങ്ങനെയൊന്നും സ്ലേറ്റിലൊന്നും സ്ലേറ്റില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് തുടയ്ക്കുന്നത് അല്ലേ. അപ്പം പിന്നെ ഇത് വളരെ ഔഷധ ഗുണമുള്ള, അതുപോലെ തന്നെ വളരെ നല്ല ഒരു റിസൾട്ട് തരുന്ന ഒരു ചെടിയാണ്. കാരണം ഇത് നമ്മളുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇതിനകത്ത് ഒരു 90% വെള്ളമാണ്. ഇതിനകത്ത് വെള്ളം ആണ് ഇതിൻ്റെ പ്രധാന ഘടകം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് അരച്ച് വെള്ളം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, ഈ ചുവടൊക്കെ അതിൻ്റെ മുറിച്ച് കളഞ്ഞ് അതിൻ്റെ അഴുക്കൊക്കെ മാറ്റി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ആ വെള്ളം വെള്ളം വറ്റി കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ വെള്ളം തൊടാതെ നമ്മൾ നന്നായിട്ട് അരച്ച് നമ്മൾ നെറ്റിയിൽ പുരട്ടുകയാണെങ്കിൽ നമ്മളുടെ ഏതുതരം തലവേദനയും മാറും. അങ്ങനെ വളരെ നല്ല ഒരു ഔഷധ ഗുണമുള്ള ചെടിയാണ്. ഇപ്പം അതുപോലെ തന്നെ നമ്മൾക്ക് ഇത് നമ്മളെ കുളിക്കാനുള്ള വെള്ളത്തിൽ നമ്മൾ ഇതിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ചൂടോടുകൂടി നമ്മളുടെ മേത്ത് ഒഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ശരീരം വേദനയൊക്കെ നമുക്ക് പെട്ടെന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതുകൊണ്ട് വേറെ പല ഗുണങ്ങളുമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് കരിമങ്ങല്യം, നമ്മളുടെ മുഖത്തുള്ള കരിമങ്ങല്യം ഇതുകൊണ്ട് എങ്ങനെ കളയാം. അതുപോലെ തന്നെ മുഖത്ത് ഈ ചുമന്ന പാടുകൾ, അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകൾ, അങ്ങനെ അതുപോലെ ചിക്കൻ പോക്സ് ഒക്കെ വന്ന പാടുകൾ, അങ്ങനെയുള്ള പാടുകൾ ഒക്കെ മാറാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അത് അരച്ച് നമ്മൾക്ക് നന്നായിട്ട് അരച്ച് അത് പുരട്ടിയാൽ നമ്മളുടെ മുഖത്തുള്ള പാടുകൾ, അതുപോലെ നമ്മളുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ ഒക്കത്തിനും ഇത് വളരെ നല്ലതാണ്. അതെങ്ങനെയാണ് നമ്മൾ പുരട്ടുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഇത് കൈകൊണ്ട് തന്നെ അതിൻ്റെ ആ ചുവടൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് അതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ നമുക്കിതുപോലെ മുറിച്ചിടാൻ പറ്റും. കാരണം ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു തണ്ടാണ് ഇതിനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് ഇത്. പക്ഷെ നമ്മളുടെ പറമ്പിലൊക്കെ ഇത് ധാരാളം വളരുന്നുണ്ട്. വെള്ളം ധാരാളം കിട്ടുന്ന സ്ഥലത്തൊക്കെ ധാരാളം വെള്ളം കുടിച്ച് വളരുന്നൊരു ചെടിയാണ്. എന്നിട്ട് നമ്മളിതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് കഷ്ണിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടിക്കോളൂ. ഇതിനകത്ത് നിറച്ച് വെള്ളം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് ഇതുപോലെ അരച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം പിന്നെ വേണ്ടത് അതിലേക്ക് ഒരു 1/4 കപ്പോളം അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ, അതുപോലെ പൊടികൾ, നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് യോജിക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. ചിലവർക്ക് കടലമാവായിരിക്കും, ചിലവർക്ക് ഗോതമ്പ് പൊടിയായിരിക്കും, ചിലവർക്ക് അരിപ്പൊടി ആയിരിക്കും. ഇപ്പം ഞാൻ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ ചേർത്തിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മതി. എന്നിട്ട് അത് ഉണങ്ങുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. നമ്മളുടെ മുഖത്തെ കരിമംഗല്യം പെട്ടെന്ന് തന്നെ മാറും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. അതുപോലെ തന്നെ മുഖത്തുള്ള പാടുകളും ചുളിവുകളും ഒക്കെ മാറും ഇത് പുരട്ടിയാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ നല്ല ഒരു റിസൾട്ട് തരുന്നൊരു ചെടിയാണ് ഇത്. ഓക്കെ, ബൈ ബൈ.